അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നമ്മൾ മനസ്സിലാക്കില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൽസ്വഭാവിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ? അള്ളാഹു അവൻ്റെ ഇഷ്ടത്തിന് വിധേയനായ ഒരു ദാസൻ, അങ്ങനെയുള്ള ഒരാൾക്ക് ആകാശഭൂമികളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് അവകാശമുണ്ട് എന്നുള്ള ഒരു പ്രവാചക വചനം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുമ്പോൾ അവൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, ഞാൻ ഇന്ന അടിമയെ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ അടിമയെ ഇഷ്ടപ്പെടുകയും ആകാശവാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഇന്ന അടിമയെ സ്നേഹിക്കുന്നു, അതിനാൽ നിങ്ങളും അവനെ സ്നേഹിക്കുക എന്ന് ആഹ്വാനം നടത്തുകയും ചെയ്യും. അപ്പോൾ അവരെല്ലാം ആ അടിമയെ ഇഷ്ടപ്പെടുന്നതാണ്. തുടർന്ന് ഭൂമിയിൽ അവന് സ്വീകാര്യത സ്ഥാപിക്കപ്പെടുന്നതുമാണ്. ശരിക്കും നമ്മൾ ഈ ഒരു ഹദീസ് വളരെയധികം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ, സൽസ്വഭാവം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടം, ഒന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ നമുക്ക് സാധിച്ചു. പിന്നെ ആകാശ ലോകങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരുടെയും ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, അത് നിസ്സാരമായൊരു കാര്യമല്ല അല്ലേ? നമ്മളെക്കുറിച്ച് ആകാശ ലോകത്ത് വിളിച്ചു പറയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുണം, സൽ സ്വഭാവം എന്നുള്ള ആ ഒരു ഗുണം നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ.